ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചപ്പോൾ വൈകു പറഞ്ഞ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പിനെസ് പാർക്കിൽ വന്നിട്ടുള്ളത്. ഇത് വരുന്നത് പാപ്പനശ്ശേരി പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ചുങ്കത്തിന് നടുക്കായിട്ട് വരും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, വളരെ നല്ല നീറ്റ് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കളിക്കാൻ വേണ്ടി. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട 2-3 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡനും കൂടിയുണ്ട്, ഒരു മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ചെടികളും ഫ്രൂട്ട്സ്, ട്രീസും ഒക്കെ ആയിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടെ. പൊതുവേ ചെടി എവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓടിയെത്തും. അതിപ്പോൾ ഗാർഡനിൽ തന്നെ പോകണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വണ്ടിയിൽ പോകുന്നതായാലും ചെടി എവിടെ കണ്ടാലും എൻ്റെ നോട്ടം അങ്ങോട്ടായിരിക്കും. കാരണം ചെടിയോടൊരു വല്ലാത്തൊരു ക്രേസാണ്. കണ്ടില്ലേ, ഒരുപാട് ചെടികൾ അവിടെയുണ്ട്. പൂ വിരിയുന്നതും പൂ വിരിയാത്ത ടൈപ്പും ഒരുപാട് നല്ല കളർ ചെടികളൊക്കെ ഉണ്ട്. ഇതും ഹൈവേൻ്റെ സൈഡായിട്ട് തന്നെയാണ് വരുന്നത്. പാപ്പനശ്ശേരി പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹാപ്പിനെസ് പാർക്കിൻ്റെ സൈഡായിട്ട് തന്നെയാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡനും വരുന്നത്. ഇതൊക്കെ നല്ല കളർ ചെടികളാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ലതുണ്ട് കാണാൻ. ഞാൻ അതിൽ നിന്നൊരു ചെമ്പരത്തി പൂവിൻ്റെ ചെടി അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അവരോട് ഞാൻ ചോദിച്ച് വാങ്ങിച്ചു. അത് നല്ലൊരു സാധാ ടൈപ്പിന് നാടൻ ഉള്ള ഒരു ചെമ്പരത്തിയായിരുന്നു. പിന്നെ ബോഗൺവില്ല, ഒരുപാട് ടൈപ്പ് ബോഗൺവില്ല ഉണ്ട്. ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കും അതിൻ്റെ അകത്ത്. കാണുമ്പോൾ തന്നെ അത് കൊണ്ടുപോകാൻ തോന്നും. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ബോഗൺവില്ലൊന്നും വാങ്ങിച്ചില്ല. കാരണം വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ മോള് പറഞ്ഞു വീട്ടിൽ ഒരുപാടില്ല, പിന്നെ എന്തിനാ വീണ്ടും വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ബോഗൺവില്ലൊന്നും അങ്ങനെ വാങ്ങാൻ വേണ്ടി നിന്നില്ല. ചെറിയ തൈക്കിന് ഏകദേശം 250-300 വില വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് തന്നെ ഗാർഡനിൽ നിന്ന് തന്നെ മുമ്പ് ബോഗൺവില്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീട്ടിലിപ്പോഴും ഉണ്ട്, നന്നായിട്ട് പൂവൊക്കെ വിരിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചെറിയ ചെമ്പരത്തി അതുപോലുള്ള ചെടികളോടാണ് ഇപ്പോൾ താല്പര്യം. ഒരുപാട് പൂവൊക്കെ അതിൽ വിരിഞ്ഞാണെങ്കിൽ തന്നെ നല്ല രസമല്ലേ. പിന്നെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. അതിൻ്റെ ട്രെൻഡൊക്കെ ഇപ്പോൾ മാറിയല്ലോ. ഇപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ വിരിയുന്ന ചെടികളോടല്ലേ താല്പര്യം കാണിക്കുന്നത്. ഇതവിടെ ഒരു ചെണ്ടുമല്ലി, അതുപോലെ തന്നെ റോസ, മുല്ല. പിന്നെ ഞാനൊരു പച്ചക്കറി തൈ നോക്കി. അവിടെ പച്ചമുളകിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. നല്ലൊരു ഇതിന് അതിനകത്ത് ഒരുപാട് കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തൈ ഞാൻ അതും വാങ്ങിച്ചു. പിന്നെ അവിടെ ഫ്രൂട്ട്സിൻ്റെ വരുന്നത് ചക്കയുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയുണ്ട്. ഒരുപാടുണ്ട്. നമുക്കെന്താ പറയുക, എണ്ണിയാൽ തീരൂല. പേരക്ക, അതുപോലെ തന്നെ വേപ്പിൻ്റെ തൈയുണ്ട്. പിന്നെ ജാമ്പക്ക, അത് ആപ്പിൾ ജാമ്പ, അതൊക്കെയുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് നോക്കിയത് ഒരു വെറൈറ്റി ടൈപ്പ് ചെമ്പരത്തിയായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിലുള്ള ചെമ്പരത്തി അല്ലാതെ കുറച്ച് നല്ലൊരു വെറൈറ്റി കളർ വരുന്ന ഒരു ചെമ്പരത്തിൻ്റെ തൈ ഞാൻ വാങ്ങിച്ചു. പിന്നെ മോള് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു അവിൽ മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞാനങ്ങനെ ഐസ്ക്രീമൊന്നും കഴിക്കാറില്ല, എന്നാലും മോൾക്ക് വേണ്ടി ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാനും കൂടി കഴിച്ചു. എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾ കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഇഷ്ടമായില്ല എന്ന്. എന്നാലും എങ്ങനെയൊക്കെ കഴിച്ചു കുറച്ച്. എന്നാലും ഞാൻ അത് കഴിക്കുമ്പോഴും എൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ചെടിയിലേക്ക് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അവിടെ. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സും ചെടികളൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂവ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഓറഞ്ച് കളറിലായിട്ട്. നല്ലൊരു സീനറി തന്നെ അവിടെ നിന്ന് കാണാൻ വേണ്ടി. ഈ ഒരു ഹാപ്പിനെസ് പാർക്കിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ നോട്ടിട്ട് വെച്ചാണ് കേട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് ഫ്രീ ആയത്. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇവിടുന്ന് എൻജോയ് ചെയ്തു. ഊഞ്ഞാലൊക്കെ ആടി നല്ല രസമായിരുന്നു. എന്തായാലും വൈകൊക്കെ നല്ലൊരു റിഫ്രഷായി. അവളുടെ താല്പര്യപ്രകാരമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, ബൈ ബൈ.